എന്നെ ആദ്യം ഈ സിനിമയിലേക്ക് വേണ്ടി വിളിക്കുന്നത് ജയൻ ചേട്ടനാണ്, ഡയറക്ടർ ജയൻ നമ്പ്യാർ. വിളിച്ച് കഥ പറയുന്നു. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഷോർട്ട് സ്റ്റോറി ഞാൻ വിലായത്ത് ബുദ്ധനിലേക്ക് വന്നതിന് ശേഷം കേട്ടോ വായിക്കുന്നത്. അപ്പോൾ കഥ പറയുമ്പോൾ ഒരു കിടിലൻ കഥ. ബുക്ക് വായിച്ചിട്ടുണ്ടോ വിലായത്ത് ബുദ്ധ? ഓക്കെ ഓക്കെ. അപ്പോൾ കിടിലൻ കഥ. അപ്പോൾ ഞാനിങ്ങനെ ഇതെനിക്ക് തന്നെ എന്നിലേക്ക് തന്നെ വന്ന പടമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇത്രയും വലിയ പടം, ഇത്രയും വലിയ കാസ്റ്റും ക്രൂവും, അതിനുപരി ഇത്രയും അടിപൊളിയൊരു കഥാപാത്രം. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, ബുക്ക് വായിച്ചു. ഒരു രക്ഷയില്ലാത്തൊരു കഥയാട്ടോ, രക്ഷയില്ലാത്ത കഥാപാത്രം. എന്താണ്, നമ്മൾ ആസ് എൻ ആക്ടർ, ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന തരം ഒരു സിനിമയും കഥാപാത്രമാണ് വിലായത്ത് ബുദ്ധയിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. ചൈതന്യം എന്ന് പറഞ്ഞ കഥാപാത്രം എന്താണ്, ഒരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു എനിക്കത്. എൻ്റെ ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളും കൂടുതൽ എന്തൊക്കെയോ എനിക്ക് ഈ പടം തന്നതുപോലെ എനിക്ക് തോന്നി. ഡബിൾ മോൻ എന്ന പേരിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ട്. ഡബിൾ മോൻ എങ്ങനെ, ഡബിൾ സ്ട്രോങ് ആണോ? പിന്നെ ഡബിൾ മോനും ഡബിൾ സ്ട്രോങ് ആണ്. എന്താണ്, ഒരു കിഡിലൻ ക്യാരക്ടറാണ് ഡബിൾ മോഹനൻ. ആ ബുക്കിൽ തന്നെ ഭയങ്കര രസമായിട്ട് എഴുതിയിരിക്കുന്നത്.